അഹങ്കാരം എന്ന പാപത്തെ നിസ്സാരമായിട്ട് കാണരുത്. അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്നതിന് കാരണം, അഹങ്കാരം ഒരു വ്യക്തിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ദൈവത്തിൽ നിന്ന് അകലും. അതുപോലെ തന്നെ മനുഷ്യ ബന്ധങ്ങളിൽ നിന്നും ആ വ്യക്തി അകന്നു പോകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കരിക്കുന്ന വ്യക്തികളെ ഒരിക്കലും ദൈവവും ഇഷ്ടപ്പെടുന്നില്ല, അതുപോലെ തന്നെ മനുഷ്യരും ഇഷ്ടപ്പെടുന്നില്ല. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുലിഖിതം വചനം പറയാണ്, അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ അഹങ്കരിക്കുന്ന വ്യക്തികളെ ദൈവം ഇഷ്ടപ്പെടാത്തതെന്ന് അറിയാമോ? കാരണം അഹങ്കരിക്കുന്ന വ്യക്തികൾ ഒരിക്കലും ദൈവത്തിൽ ആശ്രയിക്കില്ല. അവരുടെ ശക്തിയിലും അവരുടെ ബുദ്ധിയിലും അവരുടെ കഴിവിലും ആയിരിക്കും അവരെപ്പോഴും ആശ്രയിക്കുന്നത്. എല്ലാം നേടിയെടുത്തത് അവരുടെ കഴിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും ആരോഗ്യം കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ ഈ കഴിവും ബുദ്ധിയും ആരോഗ്യവും ഈ ജീവിതം എല്ലാം നൽകിയ ദൈവത്തെ അവർ പെട്ടെന്ന് മറന്നുപോവുകയാണ്. ദൈവത്തിൻ്റെ മുകളിലാണ് അവരവരെ സങ്കല്പിക്കുന്നത്. അതുകൊണ്ട് അവർ ഒരിക്കലും ഒരു തിരുത്തലുകൾ പോലും അവർ സ്വീകരിക്കില്ല. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് പാപങ്ങളിലേക്ക് അത് വഴി തുറക്കും. പാപികളുണ്ടല്ലോ, എങ്ങനെയെങ്കിലും ഒരു കാലത്ത് അനുദപിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് പാപികളെ കർത്താവ് സ്നേഹിക്കും. പക്ഷേ അഹങ്കാരികളെ കർത്താവ് ഒരിക്കലും സ്നേഹിക്കില്ല. അഹങ്കാരികളെ കർത്താവ് വെറുക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം അവർ ദൈവത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ആത്മീയ ഗുരുക്കന്മാരിൽ നിന്നോ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നോ ഒരു തിരുത്തലുകൾ പോലും അവർ സ്വീകരിക്കില്ല. അവരുടെ തെറ്റുകൾ അവർ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അങ്ങനെയാണ് അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. അങ്ങനെയാണ് ദൈവം അവരെ വെറുക്കുന്നത്. പിന്നെ വചനം രണ്ടാമത് പറയാണ്, അഹങ്കാരം മനുഷ്യരെ വെറുപ്പിക്കുന്നു. അഹങ്കരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, മറ്റുള്ളവരെ എപ്പോഴും താഴ്ത്തി കാണും. എൻ്റെ പേരിനും പെരുമയ്ക്കും സ്ഥാനമാനങ്ങൾക്കുമൊപ്പം മറ്റാരും വരികയില്ല എന്നുള്ള ഒരു നിരന്തരമായിട്ടുള്ള തോന്നലാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ എപ്പോഴും താഴ്ത്തി കിട്ടുന്ന ഈ സ്വഭാവമാണ് മനുഷ്യരുടെ മുമ്പിലുള്ള അഹങ്കാരം. അവരൊരിക്കലും മറ്റുള്ളവരൊരു നല്ല തിരുത്തലുകൾ കൊടുത്താൽ അവർ അംഗീകരിക്കില്ല. അവർ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കില്ല. അതുപോലെ തന്നെ അവരെപ്പോഴും ബഹുമാനവും അംഗീകാരവും അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ കാര്യത്തിൽ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരത്തിൻ്റെ പാപങ്ങൾ പ്രവർത്തിക്കും. അഹങ്കാരം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അഹങ്കരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാം തികഞ്ഞ് സകല ഭൗതിക സന്തോഷത്തിലും ആനന്ദത്തിലും ആയിരുന്ന് അഹങ്കരിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെട്ട്, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൃപയിൽ കർത്താവിൻ്റെ തണലിൽ ജീവിക്കുന്നതാണ് നല്ലത്. അങ്ങനെ എളിമയുള്ള വ്യക്തികൾ ഒരിക്കലും വീണു പോകില്ല. കാരണം എന്താണെന്നറിയുമോ? അവരെപ്പോഴും കർത്താവ് സംരക്ഷിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല, അങ്ങനെ എളിമയുള്ള വ്യക്തികളെ മനുഷ്യരും സഹായിക്കും, മനുഷ്യരും അവരുടെ കൂടെ നിൽക്കും. അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഏതൊരു മനുഷ്യനും ഒരിക്കൽ വീഴും. ആ വലിയ വീഴ്ച അനുഭവിച്ച് വലിയ വേദനയിൽ പിന്നീട് കഴിയുന്നതിനേക്കാൾ നല്ലത് ഉള്ളതിൽ സംതൃപ്തിപ്പെട്ട് വലിയ എളിമയിലും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടും മനുഷ്യരോടുള്ള നല്ല ബന്ധത്തിലും ജീവിക്കുന്നതാണ്. അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുവാനും, അഥവാ അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ വന്നുപെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയുവാനുള്ളൊരു ജ്ഞാനം നമുക്ക് ലഭിക്കാനും കർത്താവിൽ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.